രാജ്യതലസ്ഥാനത്ത് 9 ഭീകരരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തന്ത്രപ്രധാന മേഖലകളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാനും പദ്ധതി ആസൂത്രണം ചെയ്ത ഭീകരരാണ് പിടിയിലായിരിക്കുന്നത്. ഡൽഹി, മുംബൈ എന്നിങ്ങനെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണ പദ്ധതി ആസൂത്രണം ചെയ്ത 9 ഭീകരരെയാണ് പോലീസ് അങ്ങനെ പിടികൂടിയിരിക്കുന്നത്. ISIയുടെ സഹായത്തോടെ പ്രവർത്തിച്ച സംഘത്തെയാണ് പിടികൂടിയതായി പോലീസ് പറയുന്നത്. ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ് ഇവരെന്ന സംശയവും നിലവിൽ പുറത്തു വരുന്നുണ്ട്. അറസ്റ്റിലായ പ്രതികൾ മുംബൈ, ഡൽഹി, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നും ചിലർ വിദേശ പൗരന്മാരാണെന്നുമാണ് ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ വ്യക്തമാക്കുന്നത്. ഇവരുടെ പക്കൽ നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമാണ് പിടികൂടിയിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ അറസ്റ്റ് ചെയ്ത ഭീകരർ പാകിസ്ഥാന്റെ ISI, മുംബൈ അധോലോക ശൃംഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ സുപ്രധാന സ്ഥാപനങ്ങൾ ആക്രമിക്കുക എന്നതുകൂടിയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. ആണവ സൗകര്യങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വൈദ്യുത നിലയങ്ങൾ എന്നിവ അവരുടെ പട്ടികയിലുണ്ടെന്നും പോലീസ് പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചതിനു പിറകെയാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഭീകരരുടെ മൊഡ്യൂൾ കുറച്ചു കാലമായി നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ചാവേർ ആക്രമണങ്ങൾ, വാഹനങ്ങളിൽ നിന്നുള്ള IED ആക്രമണം, വെടിവെപ്പ്, ഏകോപിത ആക്രമണങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിലെ പ്രമുഖ ഓഫീസുകളെയും അതുപോലെ തിരക്കേറിയ പ്രദേശങ്ങളെയും ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾക്ക് ഈ മാസം തന്നെ രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിരുന്നു. എല്ലാ ജില്ലാ യൂണിറ്റുകളും ജാഗ്രത പാലിക്കാനും അന്വേഷണ ഏജൻസികളുമായും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളുമായും കടുത്ത ഏകോപനം നിലനിർത്താനും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.